നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. അങ്ങനെ നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം തുടങ്ങാൻ ഇനിയും വെറും 12 ദിവസം കൂടി. കുട്ടികൾ നന്നേ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, നമുക്കത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു അംശം പഠിച്ചായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് പാസ്സായി പോകാനേ ഉള്ളൂ എന്നുള്ളത് ഓരോ കുട്ടിക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അതൊന്നും ഓർത്ത് ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അതൊക്കെ നമ്മുടെ ഫെയിറ്റ്, അതൊക്കെ എന്തോ സംഭവിച്ചു പോയതാണ്. അവനെയൊക്കെ വിട്ടേര്, മുന്നിലുള്ളതിനെ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുക, ജയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ 12 ദിവസത്തെ എങ്ങനെ നമുക്കിനിയും പഠിച്ച് ഉറപ്പിക്കണം, ജയിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ കൂടെ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ 12 ദിവസത്തിനെ നിങ്ങൾ ഈ ഫസ്റ്റ് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 6 + 6 ആയിട്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യണം. ഇനിയുള്ള ദിവസത്തെ പഠിക്കേണ്ട രീതി, ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് എന്തായാലും എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഉറപ്പാണ് അല്ലേ? എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ചിലർക്ക് നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, ചിലർ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വളരെ കുറച്ച് ആൾക്കാർ വല്ലതും പഠിക്കാൻ കാണും, അത് നമുക്കറിയില്ല. അപ്പോൾ ഈ 6 എന്നുള്ള രീതി കൂടെ മാറ്റിയിട്ട് ഈ ഫസ്റ്റ് 6 ഡേയ്സ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ പഠിച്ച് വെച്ചേക്കുന്നതിനെ ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് ജയിക്കാനുള്ളത് ഉറപ്പിക്കണം. നിങ്ങൾക്ക് ജയിക്കാൻ ചിലപ്പോൾ കറക്റ്റ് 18 ആയിരിക്കാം. ഇപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് ആണെങ്കിൽ 18 ആയിരിക്കാം. ചിലപ്പോൾ +1 കുറവാണെങ്കിൽ അതിപ്പോൾ അതുകൂടെ ചേർത്ത് 20, 22, 24 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നതിനെ ആ രീതിയിൽ കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട മാർക്ക് ഇതിനുള്ളിൽ വന്നിട്ടുണ്ടോ? പഠിച്ചു വെച്ചേക്കുന്ന ഉറപ്പുള്ളത് ഓക്കെ, ഉറപ്പിച്ച് ജയിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ 6 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യണം. ഇനിയുള്ള 6 ദിവസവും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആരുമേ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും പഠിച്ചു തുടങ്ങാം. നമുക്ക് മിറാക്കിളൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളുമില്ല. ഇതിനകത്ത് ഒത്തിരി പേര് ജയിച്ചിട്ടുണ്ട് കുറച്ച് സമയം കൊണ്ടൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് കിട്ടും. ഫീസ് നല്ല കുറവായിട്ട് ഇപ്പോൾ തരുന്നുമുണ്ട്. ഓക്കെ, 1-ാം തീയതി തൊട്ട് അതിനുള്ള പരിപാടിയുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, 3 സബ്ജക്റ്റ് ഉണ്ട്, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. അടിപൊളിയായിട്ട് നിങ്ങളെ ജയിപ്പിക്കുന്ന എല്ലാ രീതിയിൽ കൂടെ ഉള്ളതായിരിക്കും തരുന്നതും. ഓക്കെ, അപ്പോൾ ഈ 6 ദിവസം എന്ന് പറഞ്ഞാൽ പഠിച്ചതിനെ റിവൈസ് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് ജയിക്കാനുള്ളതുണ്ടെന്നുള്ളത് ഉറപ്പിക്കണം. ഇവിടെ അതാണ് കേട്ടല്ലോ, ഉറപ്പിക്കുക, അതാണ് നമ്മുടെ ഈ ഭാഗം. ഇനി ഈ 6 ഡേയ്സ് റിമൈനിങ്ങിനെ നിങ്ങൾ 2 ആക്കി മാറ്റണം കേട്ടോ. 2 + 4 ആക്കി മാറ്റണം. ഈ 2 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബോണസായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നൂടെ തിരയണം. ഇവിടെ നമ്മൾ ഉറപ്പിച്ചു, ബാക്കി ഒരു 2 ദിവസം ഇത്രൂടെയൊക്കെ ഒന്ന് പറ്റുന്നതുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഫൈനൽ റിവിഷൻ ആയിരിക്കണം ഈ സമയത്ത് നടക്കേണ്ടത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈനൽ റിവിഷൻ. ഈ 2 ഭാഗത്തു നിന്നുള്ളതിനെ ഫൈനലായിട്ടൊന്ന് റിവൈസ് ചെയ്യുക, എഴുതി പഠിക്കുക. ഈ 4 ദിവസത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഒന്ന് എഴുതി പഠിക്കണം ചെയ്യുക. നിങ്ങൾ എക്സാമിന് എത്തുമ്പോൾ എഴുതുക, അല്ലാതെ നിങ്ങൾ ചുമ്മാ അത് കണ്ടോണ്ട് അവിടെയും പോയിരുന്ന് നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ കാണുന്നവരൊക്കെയാണ് ഇങ്ങനെ കണ്ടോണ്ടൊക്കെ ഇരിക്കും, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളല്ല അടിപൊളി, നിങ്ങളെ പഠിപ്പിക്കുന്നവരാ, അല്ലെങ്കിൽ നിങ്ങൾ. അപ്പോൾ അവരെ നോക്കിക്കൊണ്ടല്ല, നിങ്ങൾ അടിപൊളിയാകുമോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയുള്ള ദിവസങ്ങളാണ് ഇവിടെ. അതിനുവേണ്ടി എഴുതി പഠിക്കണം. എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ. എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ, ടൈം തെറ്റുന്നുണ്ടോ, മാക്സിമം കാൽക്കുലേറ്ററിനൊക്കെ ഉപയോഗിച്ചേക്കണം കേട്ടോ. ആ രീതിയിൽ കൂടെ വേണം പോകാൻ. അപ്പോൾ അങ്ങനെ ആയുമ്പോൾ ആ പരിപാടി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, വളരെ ഈസി ആയിട്ട് പറ്റും, വളരെ 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 ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഫൈനൽ റിവിഷൻ നിങ്ങൾ തീർക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സാമിന് എത്തിക്കഴിയും, നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് ഇറങ്ങാനും പറ്റും. ഓക്കെ, ഈ രീതിയിൽ കൂടെ വേണം നിങ്ങളുടെ സ്ട്രാറ്റജി. അപ്പോൾ ഇതിനകത്തിനെയും 1 സബ്ജക്റ്റ് ഉള്ളവർ കാണും, 2 സബ്ജക്റ്റ് ഉള്ളവർ കാണും, 3 സബ്ജക്റ്റൊക്കെ ഉള്ളവർ കാണും. ഒരു ടൈം പോലും കളയരുത് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന ആ റൂമിലോട്ട്, ഇപ്പോൾ എവിടെയാണോ അവിടോട്ട് നിങ്ങൾ ഇച്ചിരി പഠിക്കാനുള്ള ആ എനർജറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എനർജറ്റിക് ആവുണ്ടായോ, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വെള്ളം വാങ്ങിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തെങ്കിലും സ്പ്രൈറ്റോ എന്തെങ്കിലും, ഞാൻ പറയുന്നത് വീട്ടിലെ വെള്ളം തന്നെ കുടിക്കുന്നതാണ് നല്ലത്. അത് പിന്നെ അതിൻ്റെ കൂടെ കുറിക്കാൻ ബിസ്ക്കറ്റ് അതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി മിക്സറൊക്കെ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കാതിരിക്കാം, കുറച്ച് നേരം ഇരിക്കാം. ഓക്കെ, ഉറങ്ങരുത്, എന്തായാലും കാലം ഇച്ചിരി വെള്ളമൊക്കെ തളിച്ചുകൊണ്ടിരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ.
ഇത്തിരി തണുത്ത വെള്ളമൊക്കെ കാല് ഒന്ന് തളിച്ചിരുന്നാൽ ഉറക്കം വരത്തില്ല. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ 12 ദിവസത്തിനെയും അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് ഇറങ്ങാനും പറ്റും. ഇനി ഇത് വേണം നിങ്ങളുടെ 1 മിനിറ്റ് പോലും കളയരുത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ഒരാൾ പോലും 1 മിനിറ്റ് കളയുന്നത് എന്തായാലും നമുക്ക് ഉറങ്ങാൻ പോകും, ക്ഷീണമൊക്കെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നിരിക്കുമ്പോൾ ഫുൾ ടൈം പഠിത്തം തന്നെ ആയിരിക്കണം. വേറെ ഒരു കാര്യത്തിനും ഈ സമയം കളയരുത് കേട്ടോ. നിങ്ങളുടെ ക്രൂഷ്യൽ ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എല്ലാവരും ജയിച്ചിരിക്കണം. ഒരാൾ പോലും ഇനി ഫെയിലായി എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിരിക്കും, നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, എല്ലാവരും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ, നല്ല രീതിയിൽ കൂടെ. ഓക്കെ, നല്ലപോലെ എനർജറ്റിക്കായിട്ട് മനസ്സങ്ങോട്ട് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സുകളൊക്കെ ഇതിനിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.